എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, ഒരു കുട്ടി, ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ട്രാക്കിലൂടെ ഓടുകയാണ്. അമ്മ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഈ ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മനോഹരമായൊരു ചിത്രം. എൻ്റെ പ്രിയ സുഹൃത്ത്, സുപ്രഭാതത്തിലെ ഞങ്ങളുടെ സഹപ്രവർത്തകൻ, കോഴിക്കോട്ടെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള നിതീഷ് കൃഷ്ണനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ഭിന്നശേഷി കുട്ടികളുടെ ഒരു ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രം പങ്കുവെക്കുന്നത്. ഒരു ഓറഞ്ച് ഷർട്ടും ബർമുഡയൊക്കെ ധരിച്ചൊരു ചെറിയ ഒരു കുഞ്ഞുകുട്ടി. അവനിങ്ങനെ ട്രാക്ക് തെറ്റിക്കൊണ്ടാണ് ഓടുന്നത്. ട്രാക്ക് തെറ്റി അവൻ ഓടുകയാണ്. അവൻ്റെ അമ്മ പിന്നാലെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഓടുകയാണ്. ഇവൻ ഭയങ്കര അത്യന്തം എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റഡായിട്ടാണ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ മുഖത്ത് അതിൻ്റെ ഒരു കോൺഫിഡൻസ്, ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവനെന്തോ ഒരു ലോകം വെട്ടിപ്പിടിച്ചൊരു പ്രതീതിയിലാണ് അവനിതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിത്രം കാണുന്ന ആളുകളുടെ മനസ്സിലേക്ക് അങ്ങനെ ഇമ്പ്രസ് ചെയ്യാണ്. കാരണം കാണുന്ന ആളുകൾക്കൊക്കെ എന്തോ പെട്ടെന്നൊരു 2 മിനിറ്റ് നേരം ആ ഫോട്ടോയിൽ നമ്മൾ നോക്കിയിരുന്നു. അത്രയ്ക്ക് എന്തോ ഒരു അട്രാക്റ്റീവായിട്ടുള്ള എന്തോ ഒരു തിയറി അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതാണ്. അത് സഹാനുഭൂതിയൊന്നുമല്ല, പക്ഷെ അതിനൊക്കെ അപ്പുറത്തൊരു വാത്സല്യം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ നിറഞ്ഞ് നമ്മൾ സന്തോഷിക്കുന്നൊരു ചിത്രം എന്ന് പറയില്ല, അങ്ങനെ ഒരു ചിത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ റാഷിദ് KVR എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് 5000-ൻ്റെയും 6000-ൻ്റെയും ഒക്കെ മുകളിൽ ലൈക്ക് കിട്ടുന്നത്. ഇന്ന് വരെ 2 ലക്ഷത്തോളം ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. നിതീഷിൻ്റെ തന്നെ ഫേസ്ബുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവൻ്റെ ഫേസ്ബുക്കിൽ ഏകദേശം 8000-ഓളം 9000-ഓളം ലൈക്കുകൾ കിട്ടിക്കഴിഞ്ഞു. 10-35,000 ലൈക്കുകൾ കിട്ടിയ അത് ഷെയർ ചെയ്ത പല ആളുകളുമുണ്ട്. ഇന്ന് ആ ഫോട്ടോ ആരൊക്കെ പോസ്റ്റ് ചെയ്യുന്നു അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വ്യൂവേഴ്സാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആളുകൾ ഇത് കണ്ടത് തന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കണ്ട സംഗതിയെ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, അവരുടെ ഒരു ടൈം സ്പെൻഡ്. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ കണ്ട ഏറ്റവും മനോഹര ചിത്രം എന്ന് പറയാം. കാരണം ഇന്നലെയാണത് പുറത്ത് വന്നതെങ്കിൽ പോലും 31-ാം തീയതി പത്രത്തിൽ സുപ്രഭാതം പ്രസിദ്ധീകരിച്ചെങ്കിൽ പോലും, പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഷെയർ ചെയ്തത് വൈകിട്ടോട് കൂടിയിട്ടൊക്കെയാണ്. ഇന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ 1-ാം തീയതിയൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ആളുകളിങ്ങനെ വിശകലനം ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോ കാണും. ഏതായാലും ആ ഒരു ഫോട്ടോ, നമ്മൾ പല ഫോട്ടോകൾ കാണാറുണ്ട്, പലതിനെയും നമ്മൾ വീക്ഷിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഫോട്ടോയുടെ ഒരു അട്രാക്റ്റീവ് മൂഡ് എന്ന് പറയുന്നത് ഭയങ്കര ഫീൽ നമുക്ക് സമ്മാനിക്കുന്നൊരു വീഡിയോ. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം ആ ഫോട്ടോ അങ്ങനെയാണ്. ഏതായാലും ആ ഫോട്ടോ കാണാത്തവർ കാണുക. ഒരു ആംഗിൾ ഫോട്ടോ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ ആംഗിൾസുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിതീഷ് സുപ്രഭാതത്തിൻ്റെ നല്ല ഒരു ഫോട്ടോഗ്രാഫറാണ്. അവൻ്റെ കരിയറിലും ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയൊരു ഫോട്ടോഗ്രാഫറാണ്. അവൻ്റെ കരിയറിൽ ഈ ഒരു ഫോട്ടോ തീർച്ചയായിട്ടും അവന് കൂടുതൽ അപ്രിസിയേഷൻ നേടിക്കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നമുക്ക് ഈ അവാർഡ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ആളുകൾ ഇതേപോലെ സമ്മതിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവാർഡൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഒരു അവാർഡിൻ്റെ ഒക്കെ അപ്പുറത്താണ്. ആളുകൾ കൂടുതൽ അത് വാച്ച് ചെയ്യുക, അതിനെ വാത്സല്യത്തോടു കൂടി നോക്കിക്കാണുക. ഇതാണ് ജെനുവിനായിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിതീഷിൻ്റെ ആ ഒരു ഫോട്ടോ ഇന്ന് നമ്മളെയൊക്കെ സന്തോഷത്തിന് കാരണമാകുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോഗ്രാഫർ വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിതീഷിന് നമുക്കെല്ലാവർക്കും നല്ല ഒരു അടിപൊളി എന്താ പറയുക, ഒരു നല്ല ആശംസ നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.